ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോപ്പറേറ്റീവ് ലോയിലെ അതിലെ റൂൾ 198. അപ്പൊ നമ്മൾ ക്ലാസ്സസ് ഒക്കെ എടുക്കുമ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ സംശയം ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ റൂൾ 198 അല്ലെ. പലരും സ്കിപ്പ് ചെയ്ത് പോകുന്നു, പല കുട്ടികളും സ്കിപ്പ് ചെയ്യുന്ന പോകുന്ന ഒരു റൂളാണ് റൂൾ 198. ഇപ്പൊ നിലവിൽ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് എക്സാംസിൽ എന്താണ് ഡിസിപ്ലിനറി ആക്ഷനും ഒക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം പാറ്റേൺ ഒക്കെ മാറി അല്ലെ. എക്സാം പാറ്റേൺ മാറി, സിലബസ് അല്ല പാറ്റേൺ, അത് മനസ്സിലാക്കുക. പാറ്റേൺ നമുക്കറിയാം 15 മാർക്കാണ് ആക്ടിനും റൂളിലും അല്ലെങ്കിൽ എന്താണ് കോപ്പറേറ്റീവ് ലോയ്ക്ക് 15 മാർക്കാണ് CSEB ബോർഡ് തരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും മിനിമം ഒരു 13 മാർക്കെങ്കിലും നമ്മൾ പിടിക്കണം അല്ലെ. 2 മാർക്ക് പൊക്കോട്ടെ, എങ്കിലും ഒരു 13 മാർക്കെങ്കിലും പിടിക്കണം. മറ്റ് സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് കോപ്പറേറ്റീവ് ലോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞ എന്താണ്, നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ 110 സെക്ഷനിൽ നിന്നും അല്ലെങ്കിൽ 201 റൂൾ അല്ലെ, ഇതിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 110 സെക്ഷനും 201 റൂളിൽ നിന്ന് മാത്രമേ അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് നിന്ന് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ 15 നമുക്ക് ഇനി കിട്ടും. കാരണം ഇപ്പൊ നമ്മുടെ കോർപ്പറേഷനോ ബാങ്കിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കേൾക്കാത്ത ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാം. ചിലപ്പോൾ എത്രത്തോളം പഠിച്ചാലും ഒരു 1-2 ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ കേൾക്കാത്ത പോയിന്റ്സ് ഒക്കെ ചോദിച്ചിരിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. പഠിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് 15 മാർക്കുകൾ ലഭിക്കുന്ന ഏക വിഷയം എന്ന് പറയാൻ കോപ്പറേറ്റീവ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ഈ റൂള് 198 അല്ലെ. റൂള് 198 എന്ന് പറയുന്നത് എന്താണ്, ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയും അല്ലെ. ഡിസിപ്ലിനറി ആക്ഷൻ, അച്ചടക്ക നടപടി അല്ലെങ്കിൽ എന്താണ് ശിക്ഷണ നടപടി എന്നൊക്കെയാണ് അതിന്റെ പ്രോപ്പറായിട്ട് അതിന്റെ ചട്ടത്തിൽ പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ പാലിക്കേണ്ട ചില ഡിസിപ്ലിൻസ് ഉണ്ട് അല്ലെ. നമ്മൾ അച്ചടക്കം പാലിക്കണം. നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ള ആ ചട്ടക്കൂട്ടിൽ നിന്നുള്ള അച്ചടക്കം, ഡിസിപ്ലിൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അച്ചടക്കം പാലിക്കണം. നമ്മൾ അങ്ങനെ അച്ചടക്കം പാലിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്കെതിരെ എന്തുണ്ടാവും, അച്ചടക്ക നടപടി ഉണ്ടാവും. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഏതൊരു സ്ഥാപനമായിരിക്കും, ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അല്ലെങ്കിൽ അവിടെ നമ്മൾ വിപരീതമായിട്ട് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എതിരെ ഉറപ്പായിട്ട് അച്ചടക്ക നടപടി സ്വീകരിക്കും. അപ്പൊ നമുക്ക് സഹകരണ മേഖലയിലെ അച്ചടക്ക നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിയല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ നമുക്കെതിരെ സ്വീകരിക്കാൻ പറ്റുന്ന അച്ചടക്ക നടപടികൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ് അല്ലെ, അതിന്റെ സ്റ്റേജസ് എങ്ങനെയാണ് ഈ അച്ചടക്ക നടപടി നമുക്കെതിരെ സ്വീകരിക്കുക. ഇങ്ങനെ ഒരു അച്ചടക്ക നടപടി വന്നു കഴിഞ്ഞാൽ ഇതിനെതിരെ നമ്മൾ എവിടെയാണ് അപ്പീലും കൊണ്ട് പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. ഒറ്റ പാർട്ടിൽ കംപ്ലീറ്റ് ആവില്ല. കാരണം അത്രത്തോളം കാര്യങ്ങൾ വളരെ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. കാര്യങ്ങൾ മനസ്സിലാക്കണം. ആരാണ് അവിടെ ശിക്ഷ നൽകുന്നത്, ആ ശിക്ഷയ്ക്കെതിരെ ഏത് അതോറിറ്റിയുടെ മുൻപാകെയാണ് നമ്മൾ അപ്പീൽ സമർപ്പിക്കേണ്ടത് തുടങ്ങിയ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നോക്കണേ, ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക. കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് മനസ്സിലാക്കണം. റൂള് 198 ഡിസിപ്ലിനറി ആക്ഷൻ. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റൂള് 198 എന്താണ് ആ ഡിസിപ്ലിനറി ആക്ഷനെ കുറിച്ച് എന്താണ് പറയുക, വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് എന്താണ് ഡീൽ ചെയ്യുന്ന റൂൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. റൂള് 198 മറക്കില്ല കേട്ടോ. എന്താണ് ആ റൂള് 198 കേട്ടോ, ആരും മറക്കല്ലേ. റൂള് 198 റൂള് 198 ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ അച്ചടക്ക നടപടിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവിടുത്തെ സബ് റൂൾ 1 പറയാണ്, any member of the establishment of a cooperative society may for good and sufficient reasons be punished by imposing any of the following penalties എന്ന് പറയുക. എന്താ അർത്ഥം പറയുന്നത്, ഒരു സഹകരണ സംഘത്തിലെ എസ്റ്റാബ്ലിഷ്മെന്റിലുള്ള ഏതൊരാൾക്കും മേൽ ഉത്തമവും മതിയായവുമായ കാരണങ്ങളാൽ താഴെ പറയുന്ന ഏതെങ്കിലും ശിക്ഷണ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അതായത് സംഘത്തിന് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏതെങ്കിലും ഒക്കെ അല്ലെ, ആ താഴെ പറയുന്ന ഏതെങ്കിലും എന്താ പറയുക അച്ചടക്ക നടപടി സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ ഈ അച്ചടക്ക നടപടികൾ നമ്മൾ ഇതൊരു ക്രമത്തിൽ തന്നെ പഠിച്ചു പോകണം. അതായത് ഒരു സഹകരണ സംഘത്തിലെ ഒരു ജീവനക്കാരനെതിരെ നമുക്ക് കൈക്കൊള്ളാൻ പറ്റുന്ന അച്ചടക്ക നടപടികൾ ഏതൊക്കെയാണെന്നാണ് പറയുക അല്ലെ. ഇത്ര ശിക്ഷാ നടപടികളേ ഉള്ളൂ അല്ലെ, ശിക്ഷണ നടപടികൾ ഇത്ര എണ്ണം ഉള്ളൂ. ബട്ട് അതിനെ മനസ്സിലാക്കണം, 8 എണ്ണം ഉണ്ട് അല്ലെ. ABCDEF എത്ര എണ്ണം ഉണ്ട്, പ്രോപ്പർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ABCDEFGH കേട്ടോ, 8 എണ്ണം ഉണ്ട്. 2, 4, 5 5 8 നടപടികളാണ് നമുക്കെതിരെ സഹകരണ സംഘത്തിലെ എന്താണ് പറയുക മാനേജ്മെന്റിന് നമുക്കെതിരെ സ്വീകരിക്കാൻ പറ്റുന്നത്. 8 എണ്ണം. പിന്നെ ക്രമത്തിൽ തന്നെ പഠിച്ചു. അതായത് ഏറ്റവും കുറഞ്ഞ ശിക്ഷാ നടപടിയിൽ നിന്നാണ് ഏറ്റവും ടോപ്പിലേക്ക് ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും ആദ്യത്തെ ശിക്ഷാ നടപടി എന്ന് പറയാൻ വലിയ പ്രശ്നമൊന്നുമില്ല, അത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് അല്ലെ. ആദ്യത്തെ ശിക്ഷാ നടപടി വലിയ പ്രശ്നമില്ല, നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അത് സെൻഷ്വർ എന്ന് പറയും. എന്താണ് സെൻഷ്വർ കേട്ടോ, സെൻഷ്വർ.
സെൻഷർ എന്ന് പറയുന്നത് എന്താണ്? ആ ശാസനയാണ്. എന്താണ്? ആ ശാസന. നമ്മളെ വിളിച്ച് വഴക്ക് പറഞ്ഞു വിടുക, വിളിച്ചിട്ട് എടാ ഇങ്ങനെ പരിപാടി നടക്കത്തില്ല, കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് വഴക്ക് പറയുന്ന ആ ഒരു ശിക്ഷാ നടപടി എന്ന് പറയുന്നത് ശാസന. ശാസിക്കാന്ന് കേട്ടില്ലേ? അവനെ വിളിച്ച് വഴക്ക് പറയാതെ ശാസിക്കുക, ഒന്ന് ഉപദേശിക്കുക നല്ല രീതിയിൽ. ഇതാണ് ഒന്നാമത്തെ ശിക്ഷാ നടപടി. എന്താണ്? ശാസന, സെൻഷുവർ. ശാസന പഠിച്ചോ? ഒന്നാമത്തെ ശിക്ഷാ നടപടി എന്ന് പറയാൻ വലിയ പ്രശ്നവും. നമ്മളെ വിളിച്ച് ശാസിക്കുക, എടാ അങ്ങനെ ചെയ്യല്ലേ, അല്ല ഇന്നോട് ചെയ്യരുത്, ഇനി അങ്ങനെ ചെയ്തേക്കരുത് കേട്ടോ, സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മളെ വിളിച്ച് ശാസിക്കാം. അതാണ് ഒന്നാമത്തെ ശിക്ഷാ നടപടി, സെൻഷുവർ അല്ലെങ്കിൽ ശാസന എന്ന് പറയും. അതിനേക്കാൾ കുറച്ചും കൂടെ വലിയൊരു ശിക്ഷാ നടപടിയാണ് രണ്ടാമതായിട്ട് വരിക. രണ്ടാമതായിട്ട് വരുന്ന ശിക്ഷാ നടപടിയാണ് ഫൈൻ. ഫൈൻ എന്ന് പറഞ്ഞാൽ പിഴ അടപ്പിക്കുക, അല്ലെ? ഫൈൻ. ഇത് മനസ്സിലാക്കണം, ഇത് എല്ലാ ഗ്രേഡിലും ഉള്ള എംപ്ലോയീസിനും ഇല്ല. ഫൈൻ എന്ന് പറയുന്ന ആ ഒരു ശിക്ഷാ നടപടി എല്ലാ എംപ്ലോയീസിനും ഇല്ല. ആർക്ക് മാത്രമേ ഉള്ളൂ? ഇൻ ദ കേസ് ഓഫ് എംപ്ലോയീസ് ഇൻ ദ ലാസ്റ്റ് ഗ്രേഡ്. ഇപ്പൊ ലാസ്റ്റ് ഗ്രേഡിലുള്ള ജീവനക്കാർക്ക് മാത്രമേ എന്ത് എടുക്കുള്ളൂ? എന്തുള്ളൂ? ഫൈൻ ഉള്ളൂ കേട്ടോ. എല്ലാ ജീവനക്കാർക്കും ഫൈൻ അടയ്ക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ കാര്യത്തിൽ അവർക്ക് എന്താണ്? അവരിൽ നിന്ന് നോക്കുന്ന ഫൈൻ മേടിക്കാം, അവർ ചെയ്ത തെറ്റിന് ഈടായിട്ട് ഫൈൻ മേടിക്കും കേട്ടോ, പിഴ അടപ്പിക്കുക അവരെ. മൂന്നാമത് പറയാണ് വിത്ത് ഹോൾഡിംഗ് ഓഫ് ഇൻക്രിമെന്റ് വിത്ത് ഓർ വിത്തൗട്ട് ക്യുമുലേറ്റീവ് എഫക്ട്, അല്ലെ? അതായത് നമ്മുടെ സ്ഥിരമായോ അല്ലാതെ നമ്മുടെ ഇൻക്രിമെന്റുകൾ തടഞ്ഞു വെക്കാം. അതായത് നമുക്കറിയാം ഓരോ വർഷം കൂടുന്തോറും നമുക്ക് സഹകരണ ബാങ്കിൽ ഇൻക്രിമെന്റ് ഉണ്ട്, ശരിയല്ലേ? എല്ലാ വർഷവും നമ്മുടെ ബേസിക്കിനനുസൃതമായിട്ട് നമുക്ക് ഇൻക്രിമെന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇൻക്രിമെന്റ് തടയാം എന്നൊരു ഓപ്ഷൻ ഉണ്ടെന്നാണ് പറയുക. വിത്ത് ഹോൾഡിംഗ് ഓഫ് ഇൻക്രിമെന്റ് വിത്ത് ഓർ വിത്തൗട്ട് ക്യുമുലേറ്റീവ് എഫക്ട് എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? സ്ഥിരമായോ അല്ലാതെയോ ഇൻക്രിമെന്റുകൾ തടയുക. എന്താണ്? ഒന്നുകിൽ സ്ഥിരമായിട്ട് തടയാം, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് തടയാം കേട്ടോ. സ്ഥിരമായോ അല്ലാതെയോ നമ്മുടെ ഇൻക്രിമെന്റ് തടയണം കേട്ടോ, തടയാൻ പറ്റും. അതൊരു ശിക്ഷാ നടപടിയാണ്. ഇപ്പൊ ഇവിടെ 3 പഠിച്ചു. സെൻഷുവർ, അല്ലെ? ശാസന, ഫൈന്. അത് ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെയാണ് നമ്മുടെ ഇൻക്രിമെന്റ്. അത് സ്ഥിരമായിട്ടോ അല്ല, ഒന്നേ കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇൻക്രിമെന്റ് തടയാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കുന്നത് വിത്ത് ഹോൾഡിംഗ് ഓഫ് പ്രൊമോഷൻ. നമ്മുടെ പ്രൊമോഷൻ നമുക്ക് തടഞ്ഞു നോക്കാം, അല്ലെ? നമ്മളെല്ലാവരും ആഗ്രഹം നമ്മൾ പ്രൊമോഷൻ ആണ്. ആദ്യം നമ്മൾ ജൂനിയർ ക്ലർക്കായിട്ട് കയറുന്നു, എത്രയും പെട്ടെന്ന്. അടുത്ത ആഗ്രഹം എന്താണ്? സീനിയർ ക്ലർക്ക് ആകണം, അതിനുശേഷം അക്കൗണ്ടന്റ് ആകണം, ബ്രാഞ്ച് മാനേജർ ആകണം, അല്ലെ? ചീഫ് അക്കൗണ്ടന്റ് ആണെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിൽ വരണം, അതിനുശേഷം സെക്രട്ടറി ആകണം. ഇതൊക്കെയല്ലേ ഏതൊരു മനുഷ്യന്റെ ആഗ്രഹം? ഇതൊക്കെ തന്നെയാണ്. പലരും പറയും അങ്ങനെയൊന്നുമില്ല, ഒരു ജോലി കിട്ടിയാൽ മതി. ജോലി കിട്ടി കഴിയുമ്പോൾ അടുത്ത ആഗ്രഹം വരികയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഒരു സംശയം വേണ്ട. നമുക്ക് ആദ്യത്തെ ഈ CSEB എക്സാം അല്ലെങ്കിൽ ഒരു ഭയങ്കര എക്സാം എഴുതുന്ന ആൾക്കാർ ആദ്യം പറഞ്ഞു, എന്റെ ദൈവം ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഒന്ന് വന്നാൽ മതിയായിരുന്നു. ജോലി കിട്ടിയതിനും വേണ്ട, നാട്ടുകാരോട് പറയാൻ, വീട്ടുകാരോട് പറയാൻ, ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ വന്നാൽ മതി. ഇതാണ് ആദ്യത്തെ ആഗ്രഹം. രണ്ടാമത്തെ ആഗ്രഹം എന്താണ്? എവിടെയെങ്കിലും ഒന്ന് ജോലി കിട്ടിയാൽ മതി, അല്ലെ? എവിടെയെങ്കിലും ഒന്ന് ജോലി കിട്ടിയാൽ മതി. സ്വന്തം നാട്ടിൽ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ജില്ലയിൽ ജോലി കിട്ടിയാൽ മതി. ഓക്കെ, അത് രണ്ടാമത്തെ ആഗ്രഹം. ഇനി അങ്ങനെ ജോലി കിട്ടി കഴിയുമ്പോൾ അടുത്ത ആഗ്രഹം എന്താണ്? എന്റെ തൊട്ടടുത്തുള്ള വീടിന്റെ അടുത്ത് എനിക്ക് ജോലി കിട്ടണമായിരുന്നു. മൂന്നാമത്തെ ആഗ്രഹം. നാലാമത്തെ ആഗ്രഹം എന്താണ്? തൊട്ടടുത്ത വീടിന്റെ അടുത്ത് ജോലി കിട്ടിയെന്ന് വെച്ചോ. അടുത്ത ആഗ്രഹം എന്താണ്? ഇത്രയും പെട്ടെന്ന് സീനിയർ ക്ലർക്ക് ആയാൽ മതി. ഓക്കെ, സീനിയർ ആയി. ഇത്രയും പെട്ടെന്ന് എനിക്ക് അക്കൗണ്ടന്റ് ആകണം. മനുഷ്യനാണ്, ഇങ്ങനെയാണ് എല്ലാവരുടെയും, നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഇത് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ പ്രൊമോഷൻ എന്ന് പറയാൻ വളരെ വലിയൊരു സംഭവം തന്നെയാണ്. പെട്ടെന്ന് നമ്മുടെ ഗ്രേഡ് നല്ല രീതിയിൽ മാറും, അല്ലെ? ഇൻക്രിമെന്റിന്റെ ഗ്രേഡ് മാറും, അതുപോലെ തന്നെ ബേസിക്കിന്റെ ഗ്രേഡ് മാറും. പുറത്ത് വെച്ചേക്കും. അപ്പം എന്താണ്? നാലാമത്തെ ശിക്ഷാ നടപടിയാണ് നമ്മുടെ പ്രൊമോഷൻ തടഞ്ഞു വെക്കുക. നമുക്ക് സങ്കടം വരുന്ന സംഭവമാണ്, അല്ലെ? അഞ്ചാമത്തെ എന്താണ് പറയുക? റിക്കവറി ഫ്രം പേ ഓഫ് ദ ഹോൾ ഓർ പാർട്ട് ഓഫ് എനി പെക്യുനറി ലോസ് കോസ്റ്റ് സൊസൈറ്റി ബൈ നെഗ്ലിജൻസ് ഓർ ബ്രീച്ച് ഓഫ് ഓർഡർ ഓർ അതർവൈസ്. അതായത് എന്താ പറയാ? ഏതെങ്കിലും ഒരു ഓർഡറുകൾ, അല്ലെ? നമുക്കൊരു നിയമപരമായിട്ടൊരു ഓർഡർ വന്നു, അത് അവഗണിക്കുകയോ അല്ലെങ്കിൽ എന്താണ് പറയാ, ഉത്തരവുകളുടെ ലംഘനം മൂലമോ, അല്ലെ? ഏതെങ്കിലും രീതി സംഘത്തിന് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നഷ്ടം വന്നെങ്കിൽ ആ നഷ്ടം നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുക, അല്ലെ? ശമ്പളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ റിക്കവർ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഞാനൊരു സീനിയർ ക്ലർക്കാണ്. ഞാൻ ചെയ്യേണ്ട കാര്യം, എന്തെങ്കിലും ഒരു നിയമപരമായിട്ട് ഓർഡർ വന്നു, ഞാൻ അത് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, ഞാൻ ചെയ്യുവോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്തത് മൂലമോ എന്തെങ്കിലും നഷ്ടം നമ്മുടെ സംഘത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ റിക്കവർ ചെയ്യാനുള്ള അധികാരം സംഘത്തിനുണ്ട്. ഇതൊരു ശിക്ഷാ നടപടിയാണ്, അല്ലെ? ഇതും ഒരു ശിക്ഷാ നടപടിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അത് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു മാസം 40,000 രൂപ ശമ്പളം എന്ന് വിചാരിക്കുക, അല്ലെ? പോട്ടെ 36,000 രൂപ ശമ്പളമാണെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് ആ 36,000 രൂപയും പിടിക്കാം, അല്ലെങ്കിൽ എന്താണ് ആ കുറച്ച് പൈസ പിടിക്കാം, അല്ലെ? അപ്പൊ ഒരു മാസം ഒരു 15,000 രൂപ വെച്ച് പിടിക്കാം, ബാക്കി നമുക്ക് തരാം. അപ്പൊ അതും, അതായത് ഒന്നെങ്കിൽ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ട് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും എന്ന് ഓർത്ത് വെച്ചത്. അടുത്താണ് റിഡക്ഷൻ ടു എ ലോവർ റാങ്ക്. ഇപ്പൊ നമ്മൾ സീനിയർ ക്ലർക്ക് ആയിട്ടുള്ള വ്യക്തിയാണ്, നമ്മൾ എന്തെങ്കിലും അച്ചടക്ക ലംഘനം ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവിടെ നിന്ന് കള്ളത്തരം കാണിച്ചെങ്കിൽ വേണമെങ്കിൽ നമ്മൾ തൊട്ട് താഴെയുള്ള ജൂനിയർ ക്ലർക്ക് പോസ്റ്റിലേക്ക് തരം താഴ്ത്താം കേട്ടോ. അപ്പൊ എന്താണ് അന്നോട് പറഞ്ഞേ? എല്ലാവരും മറന്നോ? ആദ്യം പിടിച്ച എന്തായിരുന്നു?
ശാസന, രണ്ടാമത് പഠിച്ച് ഫൈന്, മൂന്നാമത് പഠിച്ച് വിത്ത് ഹോൾഡിംഗ് ഓഫ് ഇൻക്രിമെന്റ് അല്ലെ, നാലാമത് പഠിച്ച എന്താണ് ഓർത്ത് നോക്കിയേ വിത്ത് ഹോൾഡിംഗ് ഓഫ് പ്രൊമോഷൻ, അഞ്ചാമത് പഠിച്ച എന്താണ് റിക്കവറി ഫ്രം പേ ഓഫ് ദ ഹോൾ ഓർ പാർട്ട് ഓഫ് എനി പെക്യുലിയർ ലോസ് കോസ്റ്റ് സൊസൈറ്റി ബൈ നെഗ്ലിജൻസ് ഓർ ബ്രീച്ച് ഓഫ് ഓർഡേഴ്സ് ഓർ അതർവൈസ്. അടുത്തത് ആറാമതായിട്ട് പഠിച്ച റിഡക്ഷൻ ടു എ ലോവർ റാങ്ക്, തരം താഴ്ത്തുക അല്ലെ, തരം താഴ്ന്ന കാര്യം ആലോചിച്ചിരിക്കുക. പറ്റും കേട്ടോ, അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കള്ളത്തരം കാണിക്കുന്നവരെയൊക്കെ എന്താണ് ആ തൊട്ട് താഴെയുള്ള തസ്തികയിലേക്ക് തരം താഴ്ത്താറുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത എന്താണ് ജി കമ്പൾസറി റിട്ടയർമെന്റ് അല്ലെ, കമ്പൾസറി റിട്ടയർമെന്റ് എന്താണ് നിർബന്ധിത പിരിച്ചുവിടൽ എന്ന് പറയും അല്ലെ. എന്താണ് കമ്പൾസറി ആയിട്ട് അവരെ കൊണ്ട് നമ്മൾ റിട്ടയർ ചെയ്യിപ്പിക്കും, നിർബന്ധമായിട്ട് നിങ്ങൾ റിട്ടയർ ചെയ്യാൻ പറയും. അടുത്ത എന്താണ് ഡിസ്മിസൽ ഫ്രം സർവീസ്, അതായത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് സേവനത്തിൽ നിന്നും ഡിസ്മിസ് ചെയ്യുക എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. ഇത്രയാണ് എന്ത് ചെയ്യുന്നത് സഹകരണ സംഘത്തിൽ നമ്മൾ ഒരു അച്ചടക്ക ലംഘനം ചെയ്താൽ നമുക്കെതിരെ സ്വീകരിക്കാൻ പറ്റുന്ന അച്ചടക്ക നടപടികൾ. ഒന്ന് പറയാം, സെൻഷർ, ഫൈന്, വിത്ത് ഹോൾഡിംഗ് ഓഫ് ഇൻക്രിമെന്റ് വിത്തൗട്ട് ക്യുമുലേറ്റീവ് എഫക്ട്. അടുത്തതാണ് എന്തെന്ന് പറയുന്നത് വിത്ത് ഹോൾഡിംഗ് ഓഫ് പ്രൊമോഷൻ. അടുത്താണ് റിക്കവറി ഫ്രം പേ. പിന്നെന്താണ് റിഡക്ഷൻ ടു എ ലോവർ റാങ്ക് അല്ല. എനിക്ക് ആ ശിക്ഷയുടെ അതിന്റെ ഒരു ഹൈറാർക്കി നോക്കുക, ചെറിയ ശിക്ഷയിൽ നിന്ന് അവസാനം പിരിച്ചുവിടൽ അല്ലെ, ഡിസ്മിസ് വരെ വരുന്നുണ്ട്. ഇത്രയാണ് നമുക്കെതിരെ സ്വീകരിക്കാൻ പറ്റുന്ന ശിക്ഷാ നടപടികൾ എന്ന് ഓർത്ത് വെച്ച്. ക്ലിയർ അല്ലേടെ? ഇത്രയാണ് ശിക്ഷാ നടപടികൾ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണ് ഞാൻ വിചാരിക്കുന്നു. ഇനി അവിടെ സബ്റൂൾ 2 പറയണം, no kind of punishment shall be awarded to an employee unless he has been informed in writing on the grounds on which it is proposed to take action against, and he has been afforded an opportunity including a personal hearing to defend himself. Okay, എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു ജീവനക്കാരനെതിരെ കൈക്കൊള്ളുന്ന നിർദ്ദിഷ്ട നടപടികളിലുള്ള അടിസ്ഥാനത്തിൽ രേഖാമൂലമുള്ള അവനെ അറിയിക്കണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ അവനെ അറിയിക്കണം, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിനക്കൊരു അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത്, ഏത് ഗ്രൗണ്ട്സിലല്ലേ, ഏത് സാഹചര്യത്തിൽ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിനക്കെതിരെയുള്ള അച്ചടക്ക നടപടി നമ്മൾ സ്വീകരിക്കുന്നതെന്ന് അവനെ കാണിക്കണം അല്ലെ. എവരി ഓർഡർ അവാർഡിംഗ് പണിഷ്മെന്റ് ഷാൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ എംപ്ലോയി കൺസേൺഡ് ഇൻ റൈറ്റിംഗ് സ്റ്റേറ്റിംഗ് ദ ഗ്രൗണ്ട്സ് ഓൺ വിച്ച് ദ പണിഷ്മെന്റ് ഹാസ് ബീൻ അവാർഡ്. അപ്പൊ ഏത് കാരണങ്ങൾ കൊണ്ടാണ് നിനക്കെതിരെ ഇങ്ങനെ അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്ന് കാണിക്കണം. പിന്നെ പറയുന്നുണ്ട് അവന് പറയാനുള്ള അവന്റെ ഭാഗം പറയാനൊരു അവസരവും നമ്മൾ കൊടുക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഏത് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് നിനക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം അവനെ എഴുതി അറിയിക്കണം. അതുപോലെ തന്നെ അവന്റെ ഭാഗം പറയണം. നമ്മളിവിടെ ഏകാധിപത്യം കൊണ്ട് കാര്യം ചെയ്യാൻ പറ്റില്ല. ആ എംപ്ലോയിക്ക് പറയണം. അപ്പൊ ആ എംപ്ലോയി പറഞ്ഞു, സാറേ ഞാൻ അറിഞ്ഞിട്ടില്ല, എന്റെ ഐ ഡി കൂടെ വേറെ ആള് കയറി ചെയ്തതാണ് അല്ലെ, അല്ലെങ്കിൽ എനിക്കിനത് പങ്കില്ല, എന്നെ പെടുത്തിയതാണ്. അപ്പൊ പറയണം ഏത് സാഹചര്യത്തിലാണ് നിനക്കെതിരെ, അല്ലെങ്കിൽ ഇന്ന സാഹചര്യം വന്നിട്ടുണ്ട് അല്ലെ, നിനക്കെതിരെ ഇങ്ങനെ കേസ് വന്നിട്ടുണ്ട്, അപ്പൊ നിനക്ക് എന്താണ് പറയാനുള്ളത് അല്ലെ, നിനക്കെതിരെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്, ഒരു അച്ചടക്ക നടപടിക്കുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അപ്പൊ നീ കാരണം പറഞ്ഞു അല്ലെ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത്, അല്ല നിനക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നുള്ള കാര്യം അവനിൽ നിന്ന് കേൾക്കണം. അല്ലാതെ അവനൊരു അവസരം കൊടുക്കാതെ ഏകാധിപത്യപരമായിട്ട് നമുക്ക് അവനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പറ്റില്ല. അതാണ് നോ കൈൻഡ് ഓഫ് പണിഷ്മെന്റ് shall be awarded to an employee unless he has been informed in writing. അവനെ ഇൻഫോം ചെയ്തു, എഴുതി തന്നെ അല്ലെ, ഇൻഫോം ഇൻ റൈറ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓൺ വിച്ച് ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ടു ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഒരു കാരണം വന്നിട്ടുണ്ട്, നിനക്ക് ഒരു അച്ചടക്ക നടപടിക്കുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട്. അപ്പൊ നിനക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെ നിനക്കെതിരെ ഇങ്ങനെ പരാതി വന്നിട്ടുണ്ട്, നീ ഇന്നപോലെ കാര്യങ്ങൾ ചെയ്തു, ഇന്നോട് കള്ളത്തരം കാണിച്ചു എന്നൊരു പരാതി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ഇങ്ങനെ മിസ്യൂസ് ചെയ്ത്, അപ്പം എന്താണ് നിനക്ക് പറയാനുള്ളത്, നിനക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറയണം അല്ലെ, നിനക്ക് നിന്റെ ഭാഗം പറയാം. അപ്പൊ അവൻ വന്ന് പറയും, സാറേ ഇന്ന പോലാണ്, എനിക്ക് പങ്കില്ല, അല്ലെങ്കിൽ എനിക്ക് അബദ്ധം പറ്റിയതാണ്, എന്താണ് അവൻ പറയാനുള്ളത് നമ്മൾ കേൾക്കണം. പിന്നെ പറയാണ് എവരി ഓർഡർ അവാർഡിംഗ് പണിഷ്മെന്റ്. അപ്പൊ നമ്മൾ ഇതിനെ പണിഷ് ചെയ്യുന്ന കാര്യങ്ങൾ ഉത്തരവോടെ നൽകണമെന്നാണ് പറയുന്നത് അല്ലെ. എവരി ഓർഡർ അവാർഡിംഗ് പണിഷ്മെന്റ് ഷാൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ എംപ്ലോയി കൺസേർഡ് ഇൻ റൈറ്റിംഗ് സ്റ്റേറ്റിംഗ് ദ ഗ്രൗണ്ട് ഓൺ വിച്ച് ദ പണിഷ്മെന്റ് ഹാസ് ബീൻ അവാർഡ്. അതൊന്ന് മനസ്സിലാക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ശിക്ഷ നൽകിക്കൊണ്ടുള്ള ഓരോ ഉത്തരവും പ്രസ്തുത ശിക്ഷ നൽകേണ്ട അടിസ്ഥാന കാരണങ്ങൾ രേഖാമൂലം കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ജീവനക്കാരന് നോട്ടീസ് നൽകേണ്ടതാണ്. അതൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഓർത്ത് വെക്കുക, അവന്റെ ഭാഗം പറയാൻ ഒരു അവസരം കൊടുക്കണം, അതിനുശേഷം ശിക്ഷാ നടപടികൾ നമ്മൾ സ്വീകരിക്കാവുള്ളൂ. അപ്പൊ നമ്മൾ എഴുതി തന്നെ ഓർഡർ ഇട്ട് തന്നെ ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത മൂന്നാമത്തെയാണ്, ഇതൊന്ന് പഠിച്ചേക്കണം. ഇതാണ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പരീക്ഷയിലെ PYQ കേട്ടോ. ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഡിസിപ്ലിനറി സബ് കമ്മിറ്റി consisting of not more than 3 of its members, of whom
one shall be designated as chairman, but the president of the committee of the society shall not be a member in the disciplinary subcommittee. എന്താ പറയുക? The committee of a society shall constitute a ഡിസിപ്ലിനറി സബ് കമ്മിറ്റി. അപ്പം നമ്മുടെ സംഘത്തിന്റെ മെയിൻ കമ്മിറ്റിക്ക് എന്ത് ചെയ്യാടെ? ഒരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാം. അതാണ് പറയുക. ക്ലിയർ ആകുന്നുണ്ടോ അല്ലെ? സംഘത്തിന്റെ ഭരണസമിതി അവരിൽ നിന്ന്, ഇപ്പൊ നമ്മുടെ ഒരു സംഘത്തില് 15 അംഗ കമ്മിറ്റിയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെ ഇന്നതുപോലെ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ, മുമ്പിലേക്ക് വരുമ്പോൾ കമ്മിറ്റിക്ക് എന്താണ്? ആ കമ്മിറ്റിയിൽ നിന്ന് ഒരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റി, പുറത്തൊന്നല്ല, 15 അംഗ കമ്മിറ്റി ആണെന്ന് വിചാരിക്കുക, അതിൽ നിന്ന് ഒരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാം. എന്താ പറയുന്നത്? കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഡിസിപ്ലിനറി സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യാം. പറയുന്നത് ആ ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയുടെ സ്ട്രെങ്ത് എത്രയായിരിക്കണം അല്ലെ? കൺസിസ്റ്റിംഗ് ഓഫ് നോട്ട് മോർ ദാൻ 3 ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് ഓർത്ത് വെക്കുക, 3 മെമ്പർ എന്നല്ല, 3-ൽ ആ കമ്മിറ്റിയിൽ നിന്നും 3-ൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘത്തിന്റെ മെയിൻ കമ്മിറ്റിക്ക് ഒരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാമെന്ന് ഓർത്ത് വെച്ചു. ക്ലിയർ അല്ലടാ? അതിപ്പോ ഒരു കേസൊക്കെ വരുമ്പോഴേ ഇപ്പൊ നിലവിൽ 15 അംഗ കമ്മിറ്റിയാണ്, അവർക്ക് വേണമെങ്കിൽ അവരിൽ നിന്ന് ഒരു ഡിസിപ്ലിൻ സബ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാം. ഇപ്പൊ ഡിസിപ്ലിൻ സബ് കമ്മിറ്റിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നോട്ട് മോർ ദാൻ 3 ആണ്, 3-ൽ പാടില്ല കേട്ടോ. ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയുടെ അംഗബലം എത്രയാണെന്ന് ചോദിച്ചാൽ 3 ആരും പറഞ്ഞേക്കല്ല, നോട്ട് മോർ ദാൻ 3. ഇപ്പൊ നമ്മൾ ഡിസിപ്ലിനറി സബ് കമ്മിറ്റി നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നു. സംഘത്തിന്റെ കമ്മിറ്റി 15 അംഗ കമ്മിറ്റിയിൽ നിന്ന് 3-ൽ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. അതിലൊരാളെ നമ്മൾ ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കുന്നവർ അല്ല, one shall be designated as chairman. അതായത് ആ 3-ൽ ഒരാൾ അല്ലെങ്കിൽ 3-ൽ ആൾക്കാരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിലെ ഒരാൾ ആരായിരിക്കും? ആ ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഒരാളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തെരഞ്ഞെടുക്കും. ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ PYQ-ആണ്. ബട്ട് ദ പ്രസിഡന്റ് ഓഫ് ദ കമ്മിറ്റി ഓഫ് എ സബ് കമ്മിറ്റി ഷാൽ നോട്ട് ബി എ മെമ്പർ ഇൻ ദ ഡിസിപ്ലിനറി സബ് കമ്മിറ്റി. മെയിൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒരു കാരണവശാലും ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിലെ ഒരു അംഗമാകാൻ പാടില്ല. ക്ലിയർ ആയോടെ? ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിൽ ആര് വരാൻ പാടില്ല? സംഘത്തിന്റെ സൊസൈറ്റിയുടെ നമ്മുടെ മെയിൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒരു കാരണവശാലും ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിലെ ഒരു അംഗമാകാൻ പാടില്ല. ക്ലിയർ അല്ലേ? ബട്ട് ദ പ്രസിഡന്റ് ഓഫ് ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി, സംഘത്തിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്താകാൻ പാടില്ല? ഷാൽ നോട്ട് ബി എ മെമ്പർ ഇൻ ദി ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിൽ അംഗമാകാൻ പാടില്ല എന്ന് ഓർപ്പിച്ചു. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് നോക്കാം. ദ ഡിസിപ്ലിനറി സബ് കമ്മിറ്റി സോ കോൺസ്റ്റിറ്റ്യൂട്ടഡ് shall inquire into the charges against the employees either by themselves or by engaging an external agency എന്നാണ് പറയുക. എന്താ അർത്ഥമാക്കുക? അതായത് ഒരു എംപ്ലോയിക്കെതിരെ, നമുക്കറിയാം ഒരു എംപ്ലോയിക്ക് ഒരു കേസ് വരുന്നു അല്ലെ, ആ കേസിൽ അന്വേഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിസിപ്ലിനറി സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. അതിൽ 3-ൽ ആൾക്കാരുണ്ടായിരിക്കും. ആ കമ്മിറ്റിയിലെ ഒരാൾ എന്താണ്? ആ കമ്മിറ്റിയുടെ ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കും. പക്ഷെ ഒരു കാരണവശാലും സംഘത്തിന്റെ മെയിൻ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിൽ ഉൾപ്പെടാൻ പാടില്ല അല്ലെ. പിന്നെ പറയുന്നുണ്ട്, ഈ ഡിസിപ്ലിനറി സബ് കമ്മിറ്റിക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് അന്വേഷിക്കാം അല്ലെ. വേണമെങ്കിൽ ആ ജീവനക്കാരനെതിരെയുള്ള കുറ്റം ഒന്നെങ്കിൽ സ്വന്തമായിട്ട് അന്വേഷിക്കാം, അല്ലെങ്കിൽ പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ കൊണ്ടും അന്വേഷിപ്പിക്കാം. അതാണ് പറയുക. The disciplinary subcommittee so constituted shall inquire into the charges against the employee either by themselves. അവർക്ക് ഒന്നെങ്കിൽ നേരിട്ട് അന്വേഷിക്കാം. അവർക്ക് തന്നെ ഇപ്പൊ നമ്മൾ ഒരു 3 പേരെ ഉൾപ്പെടുത്തുന്നു കേട്ടോ. ആ ഒരു 3 പേരെ കൊണ്ടൊരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റി രൂപീകരിക്കുന്നു. വേണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ആ ജീവനക്കാരനെതിരെ എന്ത് ചെയ്യാം? അന്വേഷിക്കാം. ക്ലിയർ ആകുന്നുണ്ടോ? അവനെതിരെ അന്വേഷിക്കാൻ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ കൊണ്ടും എന്താണ് അന്വേഷിപ്പിക്കാമെന്ന് ഓർത്തു വെച്ചേക്കുക. അതാ പറയുന്നത്, ഡിസിപ്ലിനറി സബ് കമ്മിറ്റി സോ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഷാൽ ഇൻക്വയർ ഇൻടു ദ ചാർജസ് അഗൈൻസ്റ്റ് എംപ്ലോയീസ് ഐദർ ബൈ ദംസെൽഫ് ഓർ ബൈ എൻഗേജിങ് ആൻ എക്സ്റ്റേണൽ ഏജൻസി. കേട്ടോ, ഒന്നുകിൽ സ്വന്തമായിട്ട് അന്വേഷിക്കാം, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ കൊണ്ടും അന്വേഷിപ്പിക്കാമെന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളെ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഇവിടെ പഠിക്കാൻ പോകുന്നത്, ഞാൻ നിങ്ങളെ കുറെ ശിക്ഷാ നടപടികളെ കുറിച്ച് പറഞ്ഞു അല്ലെ. A മുതൽ H വരെ ക്രമത്തിൽ തന്നെ പഠിക്കണം. A മുതൽ സെൻഷുറൽ ഫൈന്, വിത്ത് ഹോൾഡിംഗ് ഓഫ് ഇൻക്രിമെന്റ്, വിത്ത് ഹോൾഡിംഗ് ഓഫ് പ്രൊമോഷൻ, റിക്കവറി, റിഡക്ഷൻ, കമ്പൾസറി റിട്ടയർമെന്റ്, ഡിസ്മിസൽ. അങ്ങനെ എന്താണ്, ഞാൻ നിങ്ങളെ ഇവിടെ 8ഓളം
ശിക്ഷാ നടപടികളെ കുറിച്ച് പരിചയപ്പെടുത്തി. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഈ ശിക്ഷാ നടപടികളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുക. ക്ലിയർ ആകുന്നുണ്ടോ? ശിക്ഷാ നടപടികളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുക. എ മുതൽ സി വരെ എന്ന് പറയുന്ന ഒരു സെക്ഷൻ, ഡി മുതൽ എച്ച് വരെ എന്ന് പറയുന്ന മറ്റൊരു സെക്ഷൻ ആണ് കേട്ടോ. ക്ലിയർ ആയോടെ? ക്ലിയർ ആയോ? എ മുതൽ സി വരെ ഒരു സെക്ഷൻ അല്ലെ? അതുപോലെ തന്നെ എന്താണ്, ഡി മുതൽ എച്ച് വരെ മറ്റൊരു സെക്ഷൻ. നമ്മൾ രണ്ടായിട്ടാണ് ഇവിടെ ശിക്ഷാ നടപടിയെ നമ്മൾ തരം തിരിക്കുന്നത് എന്ന് ഓർത്ത് വെച്ച്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ശിക്ഷാ നടപടികളെ നമ്മൾ തരം തിരിച്ചിരിക്കുന്നത്? എ മുതൽ സി വരെ ഒരു സെറ്റ് ഓഫ് ശിക്ഷാ നടപടി, ഡി മുതൽ എച്ച് വരെ മറ്റൊരു 2 സെക്ഷനായിട്ട് കണക്കാക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിവിടെ കുറെ ജീവനക്കാരുടെ പേര് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. കുറെ ജീവനക്കാരുടെ പേര് ആദ്യം പറ: സെക്രട്ടറി, മാനേജർ, ചീഫ് എക്സിക്യൂട്ടീവ്, പിന്നെന്താണ്, ആൻഡ് ഓൾ എംപ്ലോയീസ് ഹോൾഡിംഗ് പോസ്റ്റ് ഹയർ ദാൻ ദാറ്റ് ഓഫ് എ സീനിയർ ക്ലർക്ക് ഓർ സീനിയർ അസിസ്റ്റന്റ് ഓർ എന്താ പറയുക, ഒരു 1 grade അസിസ്റ്റന്റ് ഇക്വലന്റ് അതർ എംപ്ലോയീസ് വിത്ത് ദ സെയിം ഓർ ഐഡന്റിക്കൽ സ്കെയിൽ ഓഫ്. ഇവിടെ നമ്മള് ജീവനക്കാരെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും, ശിക്ഷാ നടപടികളെയും രണ്ടായിട്ട് തരംതിരിക്കും. എന്താ പറഞ്ഞ് മനസ്സിലാക്കാം? ശിക്ഷാ നടപടിയും രണ്ടായിട്ട് തരംതിരിക്കും, ജീവനക്കാരെയും രണ്ടായിട്ട് തരംതിരിക്കും. അപ്പൊ ശിക്ഷാ നടപടി എ ടു സി വരെ ഒരു സെറ്റ് അല്ലെ, ഒരു സെക്ഷൻ നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ഡി ടു എച്ച് വരെ മറ്റൊരു സെക്ഷൻ. 2 രീതിയിലാണ് ശിക്ഷാ നടപടി നമ്മൾ തരംതിരിച്ചു. ഇനി ജീവനക്കാരെ ഇവിടെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. സീനിയർ ക്ലർക്കിന്റെ ശമ്പളം മേടിക്കുന്ന ജീവനക്കാർ മുതൽ മുകളിലേക്ക് ഒരു സെഷൻ, ബാക്കിയുള്ളവർ മറ്റൊരു സെഷൻ. അതായത് സീനിയർ ക്ലർക്കിന്റെ ശമ്പളം മേടിക്കുന്ന ജീവനക്കാർ മുതൽ അങ്ങ് ടോപ്പിലേക്ക് സെക്രട്ടറി വരെ ഒരു സെഷൻ. ഇനി ഇതല്ലാത്ത, കാരണം താഴെത്തട്ടിലേക്കുള്ള ആൾക്കാർ മറ്റൊരു സെഷൻ. ക്ലിയർ ആകുന്നുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചേ. ശിക്ഷാ നടപടികളെ, ശിക്ഷകളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. എ ടു സി വരെ ഒരു സെക്ഷൻ, ഡി ടു എച്ച് വരെ മറ്റൊരു സെക്ഷൻ. ഇനി നമ്മൾ ജീവനക്കാരെ രണ്ടായിട്ട് തരംതിരിക്കുക. അതായത് സീനിയർ ക്ലർക്കോ അല്ലെങ്കിൽ സീനിയർ ക്ലർക്കിന്റെ ശമ്പളം മേടിക്കുന്ന ജീവനക്കാർ മുതൽ സെക്രട്ടറി വരെ ഉള്ളതിനെ ഒരു സെക്ഷനായിട്ട് നമ്മൾ തരംതിരിക്കണം. അതുപോലെ തൊട്ട് താഴെയുള്ള ആൾക്കാർ, ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ എന്താണ് പറയുക, താഴോട്ടുള്ള, അതായത് ശമ്പളം മേടിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു പിയൂൺ, അദ്ദേഹം ഒരു 10-15 വർഷമാണെങ്കിൽ അദ്ദേഹം സീനിയർ ക്ലർക്കിനെക്കാളും ശമ്പളം മേടിക്കുന്നുണ്ടായിരിക്കും. ക്ലിയർ ആയോ? ഒരു 10-15 വർഷമായ ഒരു പിയൂൺ ആണെങ്കിൽ അല്ലെങ്കിൽ അറ്റൻഡർ ആണെങ്കിൽ പോലും അവരെന്താണ്, സീനിയർ ക്ലർക്കിനേക്കാൾ കൂടുതൽ ശമ്പളം മേടിക്കുന്ന ജീവനക്കാരായിരിക്കും അല്ലെ, ശമ്പളം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ശമ്പളത്തിനെ ബേസ് ചെയ്താണ് നമ്മൾ തരംതിരിക്കുന്നത്. അതായത് സീനിയർ ക്ലർക്കിന്റെ ഗ്രേഡ് മുതൽ സീനിയർ ക്ലർക്കിന്റെ ശമ്പളം മേടിക്കുന്ന ആള്, ഇവിടെ പോസ്റ്റ് അല്ല, ഞാൻ പറഞ്ഞു 10 വർഷമായിട്ട് കയറിയ പിയൂണിന് 15 വർഷമായിട്ടുള്ള അറ്റൻഡർക്കൊക്കെ എന്താണ് സീനിയർ ക്ലർക്കിനെക്കാട്ടിലൊക്കെ ഒരുപാട് സാലറി ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സീനിയർ ക്ലർക്ക് മുതൽ ഉള്ള ആ ഗ്രേഡ് ഉണ്ടല്ലോ, സാലറി ഗ്രേഡ്, അത് മുതൽ മുകളിലേക്ക് മേടിക്കുന്ന ആൾക്കാരെ ഒരു സെഷനെന്നും, അതിന്റെ താഴോട്ട് മേടിക്കുന്ന ആൾക്കാർ, ഇപ്പൊ നമുക്കറിയാം പുതിയതായിട്ട് കയറിയ ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ പുതിയതായിട്ട് കയറിയ അറ്റൻഡർ, പിയൂൺ, ഇവർക്കൊന്നും എന്താണ് വലിയ സാലറി, സീനിയർ ക്ലർക്കിന് ശമ്പളം വരത്തില്ല. മിനിമം ഒരു 5 വർഷം ഇരുന്നെങ്കിൽ മാത്രമേ ജൂനിയർ ക്ലർക്കിന് പോലും 3 വർഷം കഴിയണം സീനിയർ ക്ലർക്കിന്റെ സാലറിയിലേക്കൊക്കെ വരാൻ കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, നിങ്ങൾ ഇത്ര ഓർക്കുക, സീനിയർ ക്ലർക്ക് മുതൽ സെക്രട്ടറി വരെയുള്ള ശമ്പളം മേടിക്കുന്ന ആൾക്കാരും തൊട്ട് താഴോട്ടുള്ളവരും, സീനിയർ ക്ലർക്കിന്റെ ശമ്പളം മേടിക്കാത്ത താഴോട്ടുള്ള ജീവനക്കാരെ രണ്ടായിട്ട് തരംതിരിക്കും. എന്നിട്ട് ഈ സീനിയർ ക്ലർക്ക് മുതൽ മുകളിലേക്ക് ശമ്പളം മേടിക്കുന്ന ആൾക്കാർക്ക് എ ടു സി അല്ലെ, എ മുതൽ സി വരെയുള്ള ശിക്ഷ നൽകുന്നത് ആരാണ്? അത് പ്രസിഡന്റോ ചെയർമാനോ ആയിരിക്കും. ഒന്നുകൂടെ പറഞ്ഞുതരാം, നോക്കിയേ. അതായത് സീനിയർ ക്ലർക്കിന്റെ ശമ്പളം മേടിക്കുന്ന ആൾക്കാരാണ് ഈ വരുന്നവരല്ല അല്ലെ, അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ആൾക്കാരാണ്. ഇവർക്ക് എ മുതൽ സി വരെയുള്ള ശിക്ഷാ നടപടി നൽകുന്നത് പ്രസിഡന്റ് ആയിരിക്കും. ഇവർക്ക് എ മുതൽ സി വരെയുള്ള ശിക്ഷാ നടപടികൾ നൽകുന്ന പ്രസിഡന്റ് ആയിരിക്കും അല്ലെ. ഞാൻ പറയും എ ടു സി, ഡി ടു എച്ച്. ഇവർക്ക് ഡി മുതൽ എച്ച് വരെയുള്ള ശിക്ഷ നൽകുന്നത് ആരാണ്? ശിക്ഷ നൽകുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് സബ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അത് വലിയ ജീവനക്കാരെന്ന് ഓർത്താൽ മതി. സീനിയർ ക്ലർക്കിന് ശമ്പളം മേടിക്കുന്നത് തൊട്ട് മുകളിലേക്കുള്ള വലിയ ടീംസാണ്. അവന്മാർക്ക് എ മുതൽ സി വരെയുള്ള ശിക്ഷ നൽകുന്നത് പ്രസിഡന്റോ അല്ലെങ്കിൽ ചെയർമാനോ. അവന്മാർക്ക് ഡി മുതൽ എച്ച് വരെയുള്ള ശിക്ഷ നൽകുന്ന ആരാണ് നൽകുന്നത് പറഞ്ഞ ഡി മുതൽ എച്ച് വരെയുള്ള ശിക്ഷ നൽകുന്നത് ആരാണ്? സബ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി പാവം പിടിച്ച ജീവനക്കാർ തൊട്ട് താഴെയുള്ള അല്ലെ, ജീവനക്കാർക്ക് ശമ്പളം ഉള്ളവൻ, അവന്റെ താഴെയുള്ളവരൊക്കെ, അവർക്ക് എ മുതൽ സി വരെയുള്ള ശിക്ഷ നൽകുന്ന ആരാണ്? അവിടെ പ്രസിഡന്റ് അല്ല, അവിടെ സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ സിഇഒ. ആരാണ്? സംഘത്തിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. ഇവർ പാവം കുഞ്ഞി ചെറിയ ജീവനക്കാരല്ലേ, വലിയ ശമ്പളമൊന്നും ഇല്ലാത്ത
അല്ലെ 10-35,000 രൂപ ശമ്പളം ഉള്ളവരല്ലേ. ഇവർക്ക് എന്താണ് എ മുതൽ സി വരെയുള്ള ശിക്ഷ നൽകുന്നത് സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവും. ഇവർക്ക് ഡി മുതൽ എച്ച് വരെയുള്ള ശിക്ഷ നൽകുന്ന ആരാണ്? പ്രസിഡന്റും ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആയോടെ ഞാൻ പറഞ്ഞത്? പാവം പിടിച്ച ജീവനക്കാർക്ക് എ മുതൽ സി വരെയുള്ള ശിക്ഷ നൽകുന്ന ആരാ? എ മുതൽ സി വരെയുള്ള ശിക്ഷ നൽകുന്നത് സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ്. ഇനി വലിയ ജീവനക്കാർക്ക് അല്ലെങ്കിൽ സീനിയർ ക്ലർക്കിന് ശമ്പളം മേടിക്കുന്ന ആൾക്കാർ മുതൽ മുകളിലേക്കുള്ളവർക്ക് എ മുതൽ സി വരെയുള്ള ശിക്ഷ നൽകുന്ന ആരാ? പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ. ഇനി ഈ പാവം പിടിച്ച ജീവനക്കാർക്ക് ഡി മുതൽ എച്ച് വരെയുള്ള ശിക്ഷ നൽകുന്നത് പ്രസിഡന്റ് ആണെങ്കിൽ വലിയ ടീംസിന് അല്ലെ സീനിയർ ക്ലർക്കിന് ശമ്പളം മേടിക്കുന്ന ആൾക്കാർ മുതൽ മുകളിലേക്കുള്ളവർക്ക് സബ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരിക്കും അവിടെ ഡി മുതൽ എച്ച് വരെയുള്ള ശിക്ഷ നൽകുന്നത്. ക്ലിയർ അല്ലേടെ? ക്ലിയർ ആണല്ലേ? അടുത്തൊന്ന് നോക്കിയടാ. അടുത്തത് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു നമുക്കെതിരെ ശിക്ഷ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കെതിരെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അതിനെതിരെ അപ്പീലിന് പോകാം. എവിടെ പോകാം? നമുക്ക് അതിനെതിരെ അപ്പീലിന് പോകാം. നോക്കിയേ, ഇനി ഇവിടെ പറയുകയാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞു എ മുതൽ സി വരെയുള്ള ശിക്ഷ സീനിയർ ക്ലർക്ക് മുതൽ മുകളിലേക്കുള്ള ജീവനക്കാർക്ക് നൽകുന്നത് ആരായിരുന്നു? പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറഞ്ഞു അല്ലെ. പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറഞ്ഞു. അതിനെതിരെ നമുക്ക് അപ്പീലിന് പോകാം. ഇപ്പൊ ഒരു സീനിയർ ക്ലർക്കിനെതിരെ എ മുതൽ സി വരെയുള്ള ഏതെങ്കിലും ശിക്ഷാ നടപടി എടുത്തു, അത് പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ ആണ്. അതിനെതിരെ അപ്പീലിന് പോകാം. എവിടെ? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മുൻപിലോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ആണെങ്കിൽ അവിടെ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ മുൻപാകെ നമുക്ക് പോകാം. എന്നാ എനിക്കെതിരെ ഇങ്ങനെ പ്രസിഡന്റ് ഇന്ന ശിക്ഷാ നടപടി സ്വീകരിച്ചു, അതിനെതിരെ അപ്പീലുമായിട്ട് പോകാന്നേ. എ ടു സി വരെയുള്ള കേസിൽ പ്രസിഡന്റ് നൽകുന്ന ശിക്ഷയാണെങ്കിൽ അതിനെതിരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അടുത്തോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ അടുത്തോ പോകാം. ഇനി ഈ പാവം പിടിച്ച ജീവനക്കാർക്ക് അല്ലെ, തൊട്ട് താഴെയുള്ള പാവം പിടിച്ച ശമ്പളം കുറഞ്ഞ ജീവനക്കാർ 35,000 36,000 ഒക്കെ പറയുന്ന ശമ്പളം കുറഞ്ഞ ജീവനക്കാർക്ക് എ മുതൽ സി വരെയുള്ള ശിക്ഷ നൽകിയത് ആരായിരുന്നു? സെക്രട്ടറി ആയിരുന്നു അല്ലെ. സെക്രട്ടറി ശിക്ഷ നൽകി. അതിനെതിരെ ആരുടെ അടുത്ത് അപ്പീലിന് പോവാം? പ്രസിഡന്റിന്റെ അടുത്ത് അപ്പീൽ പോവാം. അതിനെതിരെ പ്രസിഡന്റിന്റെ അടുത്ത് അപ്പീൽ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണാം. സെക്രട്ടറി തന്നതാണെങ്കിൽ പ്രസിഡന്റ് അടുത്ത്, പ്രസിഡന്റ് നൽകുന്ന ശിക്ഷയ്ക്കെതിരെയാണെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ്. ഇനി ഈ പാവം പിടിച്ച ജീവനക്കാർക്ക് ഡി മുതൽ എച്ച് വരെയുള്ള ശിക്ഷ, ഇത് ഡി മുതൽ എച്ച് കേട്ടോ. ഈ പാവം പിടിച്ച ജീവനക്കാർക്ക് ഡി മുതൽ എച്ച് വരെയുള്ള ശിക്ഷാ നടപടിക്കെതിരെ ആരാണ് ശിക്ഷ നൽകിയത്? ഡി മുതൽ എച്ച് വരെയുള്ള ശിക്ഷ പാവം പിടിച്ച ജീവനക്കാർക്ക് നൽകിയത് പ്രസിഡന്റ് ആണെങ്കിൽ അതിനെതിരെ നമുക്ക് അപ്പീൽ പോകാം. ആരുടെ അടുത്ത് പോകാം? എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓർ ബോർഡ് ഓഫ് മാനേജ്മെന്റ്. ഇനി വലിയ ജീവനക്കാർക്ക് എ മുതൽ സി വരെ കൊടുത്തത് പ്രസിഡന്റ് ആയിരുന്നു, അതിനെതിരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റിനെതിരെ അപ്പീലിന് പോകാം അല്ലെ. ഇനി നോക്കിയേ, ഈ വലിയ ടീംസുകളുണ്ടല്ലോ, സീനിയർ ക്ലർക്ക് മുതലുള്ളവരെ ഞാൻ ബഡാ ടീംസ് എന്നാ പറയാ. അവന്മാർക്ക് ഡി മുതൽ എച്ച് വരെയുള്ള ശിക്ഷ കൊടുത്തത് സബ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആണെങ്കിൽ അതിനെതിരെ അപ്പീലിന് പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അടുത്ത് കേട്ടോ. ബോർഡ് ഓഫ് മാനേജ്മെന്റ് അടുത്ത് അപ്പീൽ പോകും. ഓർക്ക് ഇത്രേ ഉള്ളൂ. സെക്രട്ടറി നൽകുന്നതാണെങ്കിൽ പ്രസിഡന്റ് നൽകുന്നതാണെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അല്ലെ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ്. ഇനി സബ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന ശിക്ഷയ്ക്കെതിരെ എവിടെയാണ്? ആ ടോപ്പ് ലെവലിലേക്ക്, തൊട്ട് മുകളിലുള്ള ലെവലിലേക്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റ് അടുത്ത് അപ്പീലിന് പോകുന്നത്. അതും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കും. സിമ്പിൾ ആണ് കേട്ടോ. ഇപ്പൊ മനസ്സിലാക്കുക, എ മുതൽ സി വരെ ഒരു സെക്ഷൻ, ഡി മുതൽ എച്ച് വരെ മറ്റൊരു സെക്ഷൻ, സീനിയർ ക്ലർക്കിന് ശമ്പളം മേടിക്കുന്ന ആൾ മുതൽ മുകളിലേക്ക് ഒരു സെക്ഷൻ, താഴോട്ട് മറ്റൊരു സെക്ഷൻ. ഓക്കെ, ശരി. ഇനി അടുത്ത പറയാണ്, ഇതും BYQ, സ്ഥിരം BYQ-ആണ്. നമുക്കെതിരെ ഒരു ശിക്ഷാ നടപടി എടുത്താൽ അതിനെതിരെ അപ്പീലിന് പോകാനുള്ള കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? വിതിൻ എ പീരീഡ് ഓഫ് 3 months. 3 മാസത്തിനകമായിട്ട് നമ്മൾ അതിനെതിരെ അപ്പീലിന് പോകണം. അത് കഴിഞ്ഞിട്ട് അപ്പീലിന് പോയി കഴിഞ്ഞാൽ പരിപാടി നടക്കത്തില്ല അല്ലെ. അതാ പറയാ, നോ അപ്പീൽ ഷാൾ ബി എന്റർടൈൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രിഫേർഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ ഇമ്പോസിംഗ് പെനാൽറ്റി എന്ന് പറയുന്നുണ്ട്. അതായത് ശിക്ഷ വന്ന് 3 മാസത്തിനകമായിട്ട് അപ്പീൽ പോയി പോകണം. അത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അപ്പീൽ അവര് വരവ് വെക്കില്ലെന്നാ പറയുക കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ന് ഓർത്ത്. ശിക്ഷ നൽകിക്കൊണ്ടുള്ള ഉത്തരവ് തീയതി മുതൽ 3 മാസത്തിനകം അപ്പീൽ ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് സ്വീകരിക്കുന്നതല്ല. അതായത് 3 മാസത്തിനകം നമ്മൾ അപ്പീൽ ബോധിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞാണ് അപ്പീൽ കൊണ്ട് പോകുന്നെങ്കിൽ ഒക്കെ പറയുന്നത് തന്ന വഴിക്ക് വിട്ടോളാൻ പറ്റും അല്ലെ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തതാണ് ഒരു കാര്യം മനസ്സിലാക്കണം. 3 മാസത്തിനകം ഒരു അപ്പീൽ, ഒരു ശിക്ഷാ നടപടി വന്നാൽ 3 മാസത്തിനകം, ആ നടപടി വന്ന് 3 മാസത്തിനകമായിട്ട് അപ്പീലിന് പോകണമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യത്തിന് ഈ 3 മാസം ബാധകമല്ല. അതോടെ പഠിച്ചു. സാധാരണ രീതിയിൽ 3 മാസത്തിനകം അപ്പീലിന് പോകണം. എന്നാൽ അവിടെ ഒരു എക്സംഷൻ ഒരു കേസിൽ വരുന്നുണ്ട്. അതായത് പറയുന്നുണ്ട്, പ്രൊവൈഡഡ് ദാറ്റ് വേർ ദ പെനാൽറ്റീസ് ആർ ഇമ്പോസ്ഡ് ഓൺ എംപ്ലോയി ബൈ ആൻ അഡ്മിനിസ്ട്രേറ്റർ ഓർ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ ആണ് ശിക്ഷ നൽകിയതെങ്കിൽ അല്ലെ, റൂൾ 198 പ്രകാരമുള്ള അച്ചടക്ക നടപടി നൽകിയത് എന്താണ്? ശിക്ഷ നൽകിയത് ഒരു അഡ്മിനിസ്ട്രേറ്ററോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് ശിക്ഷ നൽകിയതെങ്കിൽ അതിനെതിരെ നമ്മൾ അപ്പീലിന് പോകുന്നത് എന്താണ്? അവിടെ അതിനെതിരെ അപ്പീലിന് പോകുന്നത് ഇനി പുതിയതായിട്ട് വരുന്ന ഇലക്ടഡ് കമ്മിറ്റിയുടെ മുൻപാകെ ആയിരിക്കും
ക്ലിയർ ആയോ? പുതിയതായിട്ട് വരുന്ന ഇലക്ടഡ് കമ്മിറ്റിയുടെ മുൻപാകെയാണ് അതിനെതിരെ നമ്മൾ അപ്പീലിന് പോകുന്നത്. അവിടെ 3 മാസം ബാധകമല്ല. കാരണം ചിലപ്പോൾ 3 മാസം കഴിഞ്ഞായിരിക്കും പുതിയ കമ്മിറ്റി വരുന്നത് കേട്ടോ. അവിടെ മാത്രം 3 മാസം ബാധകമല്ല, ബാക്കി എല്ലായിടത്തും ഈ 3 മാസം ബാധകമാണ്. ക്ലിയർ അല്ലേ? ഓർത്ത് നോക്കുക. ഡിസിപ്ലിനറി സബ് കമ്മിറ്റി അല്ലെ, വളരെ വിശദമായ കാര്യങ്ങൾ ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലെ. അംഗങ്ങളുടെ സ്ട്രെങ്ത് പറഞ്ഞു, അപ്പീൽ സമർപ്പിക്കേണ്ട കാലാവധി പറഞ്ഞു. അപ്പീൽ സമർപ്പിക്കേണ്ട കാലാവധി 3 മാസത്തിനകമായിട്ട് അപ്പീൽ സമർപ്പിക്കണം. എന്നാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററോ ആണ് ഇവിടെ ശിക്ഷ നൽകിയതെങ്കിൽ അതിനെതിരെ അപ്പീൽ സമർപ്പിക്കുന്നത് ഇനി പുതിയതായിട്ട് വരുന്ന കമ്മിറ്റിയിലായിരിക്കും. അപ്പൊ അവിടെ ഈ 3 മാസം ബാധകമല്ല കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 ആയിട്ട് പറഞ്ഞത്. ഇനിയുണ്ട് കുറെ അധികം കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത പാർട്ടിൽ ബാക്കി കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണ്, നമ്മള് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വളരെ എന്താ പറയുക, ഏറ്റവും കുറഞ്ഞ ചിലവിൽ അല്ലെ, ഒരുപാട് ഡിസ്കൗണ്ടോടെ വളരെ കുറഞ്ഞ ഫീസിൽ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് നിലവിലുള്ള എല്ലാ ഫീച്ചേഴ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് നിലവിലെ എല്ലാ കാര്യങ്ങളും പക്ക പ്രോപ്പറായിട്ട് നമ്മുടെ ആപ്പിൽ ആപ്പിൽ നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് എല്ലാം ആപ്പിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ്സും കൂടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പുതിയ കോഴ്സ് റൺ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു തവണ നമ്മൾ കോഴ്സ് ജോയിൻ ചെയ്താൽ ജോലി കിട്ടുന്നത് വരെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? ജോലി ലഭിക്കുന്നത് വരെ നമുക്ക് ഈ ഒരു കോഴ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ബിസിനസ്സും എല്ലാവരും ഒരുപാട് വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ക്ലാസ്സസ് റൺ ചെയ്യുന്നത് അല്ലെ. ക്ലാസ്സസ് പ്രോപ്പർ ആയിട്ട് എന്താണ് ബാങ്കിങ്ങിന്റെ ഡിസ്നാൻസ് ഒക്കെയാണ്, ബാങ്കിങ് മറ്റു കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ ഒരുപാട് വളരെ എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ജോലി കിട്ടുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ബാച്ചിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 85% അറ്റൻഡൻസ് ക്ലാസ്സിലുണ്ട്. നമ്മൾ ഞാൻ പറയാം എല്ലാ ദിവസവും ലൈവ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ നൽകുന്ന കാര്യങ്ങൾ ഒരു 85% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മളിവിടെ പഠിക്കാൻ പറയുന്നതും എക്സാംസുകളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്തിരിക്കണം. ക്ലാസ്സസ് പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, എല്ലാ ദിവസവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരിക്കണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടെങ്കിലും ഓക്കെയാണ്. ഇതെല്ലാം ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ബാച്ച് റൺ ചെയ്യുക. കാരണം പ്രോപ്പറായിട്ട് നമ്മുടെ ക്ലാസ്സസും കണ്ട് പഠിക്കാൻ തരുന്ന കണ്ടന്റും പഠിച്ച് അല്ലെ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളും എന്താണ് മോഡൽ എക്സാംസുകളും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പാണ് ജോലി കിട്ടും കേട്ടോ. അപ്പൊ പാസ് ആകുന്നത് വരെ എന്താണ് നമുക്ക് ഈ ഒരു ബാച്ചിൽ എന്ത് ചെയ്യാൻ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഓക്കെ, ക്ലിയർ? അല്ലാതെ ചില ഇതിൽ പറയുന്ന പോലെ റിന്യൂവൽ ഒന്നുമില്ല. ഒരു തവണ നമ്മൾ ഈ ബാച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ജോലി കിട്ടുന്നത് അതുവരെ നമുക്ക് ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അപ്പം നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7736122215 കേട്ടോ. 7736122215 നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വളരെ വിശദമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ടീം നിങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത പരീക്ഷയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉയർന്ന നിലവാരത്തിൽ തന്നെ പഠിച്ച് ജോലി നമുക്ക് നേടാം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.